സംഭവം അധ്യായം 1. സിനിമയുടെ കേന്ദ്രഭാഗത്ത് കാണുന്ന കാക്കയുടെ രൂപമുള്ള മൂർത്തി അത് വെറുമൊരു പ്രതിമയോ രൂപമോ അല്ല. ഹിന്ദു പുരാണത്തിൽ അധിഷ്ഠിതമായ ഒരു ഐതിഹ്യത്തിൻ്റെ പ്രതിഫലനമാണ്. സിനിമയുടെ ഇനീഷ്യൽ ക്രെഡിറ്റ്സിൽ കാണിക്കുന്ന രംഗങ്ങളെല്ലാം രാമായണവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ രാമായണത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ഒരു കാക്കയുടെ സാന്നിധ്യത്തോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിൽ ഇങ്ങനെയൊരു കഥാപാത്രത്തെ കാണാൻ കഴിയില്ല. പക്ഷേ തുളസീദാസ് എഴുതിയ രാമചരിത മാനസത്തിലെ വലിയൊരു അധ്യായം തന്നെ ഈ കഥാപാത്രത്തെക്കുറിച്ചാണ്, കാകഭുശുണ്ഡിയെക്കുറിച്ച്. കാകഭുശുണ്ഡി ഒരു അമർത്യനായ, അതായത് മരണമില്ലാത്ത കാക്ക സന്യാസിയാണ്, ഒരു ചിരഞ്ജീവി. ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഭക്തരിൽ ഒരാളാണ് അദ്ദേഹം. തുളസീദാസിൻ്റെ രാമചരിത മാനസത്തിൽ പ്രധാനമായും 7ാമത്തെയും അവസാനത്തേതുമായ ഉത്തരഖണ്ഡത്തിൽ കാകഭുശുണ്ഡിയുടെ കഥ വളരെ വിശാലമായി പറയുന്നുണ്ട്. യോഗവസിഷ്ഠം, ഭുശുണ്ഡി രാമായണം എന്നിവയിലും അദ്ദേഹത്തെ പരാമർശിക്കുന്നുണ്ട്. ഇതിൽ ഭുശുണ്ഡി രാമായണം എന്നത് രാമായണ കഥയെ പൂർണ്ണമായും കാകഭുശുണ്ഡിയുടെ കാഴ്ചപ്പാടിൽ വിവരിക്കുന്നതാണ്. കാകഭുശുണ്ഡിയുടെ കഥകൾക്ക് ഒരുപാട് വകഭേദങ്ങളുണ്ട്. ഏറ്റവും പ്രശസ്തമായ കഥ ഇങ്ങനെയാണ്. ഒരു കൽപ്പകാലത്തിൽ അയോധ്യയിൽ പകർച്ചവ്യാധികൾ നിറഞ്ഞിരുന്ന ഒരു സമയത്ത് ശൂദ്രനായിട്ടായിരുന്നു കാകഭുശുണ്ഡിയുടെ ജനനം. അയോധ്യയിൽ നിന്നും ഉജ്ജയിനിലേക്ക് യാത്ര ചെയ്ത് അവിടെ ശിവഭക്തനായ ഒരു ഗുരുവിൻ്റെ ശിഷ്യനായി പഠനം ആരംഭിച്ചു. കാലക്രമേണ അറിവ് നേടുന്നതിനനുസരിച്ച് അവൻ അഹങ്കാരിയുമായി മാറി. ഒരു ദിവസം ഒരു ശിവക്ഷേത്രത്തിൽ വെച്ച് അവൻ്റെ ഗുരു അവനെ സമീപിച്ചപ്പോൾ കാകഭുശുണ്ഡി യാതൊരു ബഹുമാനവും കാണിച്ചില്ല. ഇരുന്നിടത്തു നിന്നൊന്ന് എഴുന്നേൽക്കുക പോലും ചെയ്തില്ല. അഹങ്കാരത്തോടെ അവിടെ തന്നെ ഇരുന്നു. ആ നിമിഷം ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ നിന്നും ഒരു ഇടിമിന്നൽ പോലെ അശരീരി മുഴങ്ങി. ആ ശാപവാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഗുരുവിനെ നിന്ദിച്ച നീ 1000 ജന്മങ്ങൾ കീഴ്ജാതിയിൽ പിറക്കട്ടെ. ഇതു കേട്ട ഗുരു പരിഭ്രാന്തനായി. അദ്ദേഹം ശിവനോട് തൻ്റെ ശിഷ്യൻ ചെയ്ത തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ കൊടുക്കരുതേ, കരുണ കാണിക്കണമേ എന്നപേക്ഷിച്ചു. ശിവൻ്റെ മനസ്സലിഞ്ഞു. 1000 ജന്മങ്ങൾ ഇവൻ പുനർജനിക്കും, അതിൽ മാറ്റമില്ല. പക്ഷേ ഓരോ ജന്മത്തിലെയും ഓർമ്മകളും ജ്ഞാനവും ഭക്തിയും അടുത്ത ജന്മത്തിലും നിലനിൽക്കും. മരങ്ങൾ, പ്രാണികൾ, മൃഗങ്ങൾ, പക്ഷികൾ, മത്സ്യം എന്നിങ്ങനെ എണ്ണമറ്റ അവതാരങ്ങളിലൂടെ കാകഭുശുണ്ഡി ജീവിച്ചു. അവയിലൂടെയെല്ലാം ഓർമ്മകൾ ചുമന്നുകൊണ്ട്. ഒടുവിൽ തൻ്റെ അലഞ്ഞു തിരിഞ്ഞുള്ള ജീവിതത്തിനിടയിൽ സുമേരു പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് ലോമാസ മഹർഷിയെ കണ്ടുമുട്ടി. മഹർഷി അവനെ രാമഭക്തിയിലേക്ക് നയിച്ചു. എന്നാൽ പഴയ അഹങ്കാരത്തിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും വഹിച്ചിരുന്ന കാകഭുശുണ്ഡി പരമാത്മാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ലോമാസ മഹർഷിയുമായി വാദിച്ചു. രൂപമില്ലാത്ത പരമാത്മാവ് സഗുണനല്ല, നിർഗുണനാണെന്ന് പറഞ്ഞത് മഹർഷിയെ ചൊടിപ്പിച്ചു. കോപം പൂണ്ട മഹർഷി അവനൊരു കാക്കയായി മാറട്ടെ എന്ന് ശപിച്ചു. പിന്നീട് മനസ്സലിവ് തോന്നി രാമമന്ത്രവും ഇഷ്ടമുള്ളപ്പോൾ കാക്കയായി മാറാനും മരണമില്ലാതെ ജീവിക്കുവാനും അനേകം കൽപ്പങ്ങളിൽ രാമൻ്റെ ലീലകൾക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള വരവും നൽകി. അന്നു മുതൽ കാകഭുശുണ്ഡി സുമേരു പർവ്വതത്തിൽ താമസമാക്കി. അവിടെ അദ്ദേഹം തുടർച്ചയായി രാമായണം പാരായണം ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഐതിഹ്യം. മഹർഷി നൽകിയ വരങ്ങളിൽ ഒന്ന് അനേകം കൽപ്പങ്ങളിൽ രാമലീലകൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയട്ടെ എന്നായിരുന്നു. അതായത് ഒന്നിലധികം രാമായണങ്ങൾക്ക് സാക്ഷിയാവുക. ഈയൊരൊറ്റ വരത്തിലൂടെയാണ് കാകഭുശുണ്ഡി ഒരു ടൈം ട്രാവലർ ആകുന്നത്. ശ്രീരാമൻ്റെ അവതാരം ഒരുപാട് പ്രാവശ്യം കാകഭുശുണ്ഡി കണ്ടിട്ടുണ്ട്. തുളസീദാസിൻ്റെ രാമചരിത മാനസിൽ പറയുന്നതനുസരിച്ച് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും രാമായണങ്ങൾ കണ്ടുവെന്നാണ്. ഓരോ രാമായണത്തിലും സംഭവങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലതിൽ ശ്രീരാമൻ അയോധ്യ വിട്ട് വനവാസത്തിന് പോകുന്നില്ല. മറ്റു ചിലതിൽ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നില്ല. വേറൊന്നിൽ ബാലിയുമായുള്ള യുദ്ധം വ്യത്യസ്തമാണ്. മറ്റൊന്നിൽ ഹനുമാനെ കണ്ടുമുട്ടുന്ന സന്ദർഭം വ്യത്യസ്തമാണ്. രാമരാവണ യുദ്ധം വരെ വ്യത്യസ്തമായി സംഭവിക്കുന്ന രാമായണങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഒരേ അടിസ്ഥാന കഥയുടെ വ്യത്യസ്തമായ ആഖ്യാനങ്ങളാണ് ഓരോ കൽപ്പത്തിലും സംഭവിച്ചത്. ഇതെല്ലാം കാകഭുശുണ്ഡി കണ്ടു. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ പാരലൽ ടൈം ലൈൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് യൂണിവേഴ്സ് കൺസെപ്റ്റ് ഒക്കെയാണ്. 1500-ാം ആണ്ടിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചവരെ സമ്മതിക്കാത്ത തരമില്ല. ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കഥയുണ്ട്. ഒരിക്കൽ ഒരു കൽപ്പത്തിൽ കാക്കയുടെ രൂപം സ്വീകരിച്ച് കാകഭുശുണ്ഡി കുഞ്ഞായിരുന്ന രാമൻ രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്ത് കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടി ശരിക്കും ബ്രാഹ്മണൻ തന്നെയാണോ എന്നറിയാനായിരുന്നു കാകഭുശുണ്ഡിയുടെ ശ്രമം. എന്നാൽ കാക്കയെ കണ്ട കുഞ്ഞു രാമൻ അതിനെ പിടിക്കാനായി കൈ നീട്ടി. കാകഭുശുണ്ഡി ഇത് കണ്ട് മരത്തിൻ്റെ ഉയർന്നൊരു ചില്ലയിലേക്ക് പറന്നിരുന്നു. പക്ഷേ അപ്പോഴും കുഞ്ഞിൻ്റെ കൈ തൻ്റെ നേരെ വരുന്നതായി കാകഭുശുണ്ഡി ശ്രദ്ധിച്ചു. കൂടുതൽ ഉയർന്ന മറ്റൊരു ചില്ലയിലേക്ക് പറന്നുയർന്ന് താഴേക്ക് നോക്കി. അപ്പോഴും കുഞ്ഞിൻ്റെ കൈ തൻ്റെ നേരെ തന്നെ വരുന്നു. രക്ഷപ്പെടാനായി കാകഭുശുണ്ഡി കൂടുതൽ ഉയരത്തിലേക്ക് പറന്നു. എത്ര ഉയരത്തിൽ പറന്നാലും കുഞ്ഞു രാമൻ്റെ കൈ തൻ്റെ പുറകെ തന്നെ വരുന്നുണ്ടെന്ന് കണ്ട് കൂടുതൽ ഉയരത്തിലേക്ക് പറന്നു. 7 സ്വർഗങ്ങളും ബ്രഹ്മലോകവും വൈകുണ്ഠവും കടന്ന് പ്രപഞ്ചത്തിൻ്റെ സകല മുക്കിലും മൂലയിലൂടെയും കാകഭുശുണ്ഡി പാഞ്ഞു. പക്ഷേ അദ്ദേഹം പറന്നു ചെന്ന എല്ലായിടത്തും കുഞ്ഞിൻ്റെ കൈ പുറകെ ഉണ്ടായിരുന്നു. അവസാനം ഭയന്ന് കാകഭുശുണ്ഡി തിരികെ രാമൻ്റെ മുൻപിലേക്ക് തന്നെ ചെന്നു. രാമൻ വായ തുറന്നു. കാകഭുശുണ്ഡി വായ്ക്കകത്തേക്ക് പറന്നു.
കുഞ്ഞിൻ്റെ വായ്ക്കകത്ത് അനന്തമായ പ്രപഞ്ചം കണ്ടു. ഈരേഴ് 14 ലോകവും അനേകം ബ്രഹ്മാണ്ടങ്ങളും അവയിൽ ഓരോന്നിലും അയോധ്യയും ദശരഥനെയും രാമനെയും ലക്ഷ്മണനെയും സീതയെയും രാമായണങ്ങളെയും കണ്ടു. എല്ലാം ഒരേ സമയം, പക്ഷേ വ്യത്യസ്തമായിരുന്നു ഓരോന്നും. ഓരോ പ്രപഞ്ചങ്ങളിലൂടെയും കാകഭുശുണ്ഡി ഓരോ കൽപ്പകാലം പറന്നു നടന്നു, ഓരോന്നും അനുഭവിച്ചറിഞ്ഞു. വീണ്ടും രാമൻ വായ തുറന്ന് കാകഭുശുണ്ഡിയെ പുറത്തിറക്കി. അനന്തമായി പ്രപഞ്ചങ്ങൾ ഒരേ സമയം നിലനിൽക്കുന്നു, അഥവാ ഒരു മൾട്ടിവേഴ്സ് കൺസെപ്റ്റായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഹിന്ദു മിത്തോളജിയിലെ ഒരു കഥയാണിത്. അതുകൊണ്ട് തന്നെ കാകഭുശുണ്ഡി മാത്രമാണ് ഒരേ സമയം ഒരുപാട് പ്രപഞ്ചങ്ങളും ഒരുപാട് കാലങ്ങളും സംഭവ വികാസങ്ങളും കണ്ടതും അനുഭവിച്ചതും വിവരിക്കാൻ കഴിയുന്നതുമായ ഒരേ ഒരാൾ. തുളസീദാസിൻ്റെ രാമചരിതമാനസം പറയുന്നത് രാമായണത്തിൻ്റെ മറ്റൊരു വേർഷനാണ്. ബാല, അയോധ്യ, ആരണ്യ, കിഷ്കിന്ധ, സുന്ദരം, ലങ്ക, ഉത്തര തുടങ്ങിയ 7 കാണ്ഡങ്ങളിലൂടെയാണ് കഥ പറയുന്നത്. രാമചരിതമാനസം വളരെ വ്യത്യസ്തമാവുന്നത് ഇതിൻ്റെ ആഖ്യാന ശൈലിയിലാണ്. ഇതൊരു സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി, അഥവാ കഥയ്ക്കുള്ളിലെ കഥ എന്ന രീതിയിലൂടെയാണ് രാമായണം പറയുന്നത്. പാർവതി ദേവിയോട് ശിവഭഗവാൻ പറയുന്ന രാമായണമാണ് രാമചരിതമാനസം. ശിവന്റെ വിവരണത്തിൽ മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ്റെ ഒരു കഥയുണ്ട്. രാവണനുമായുള്ള യുദ്ധത്തിൽ രാവണന്റെ മകൻ മേഘനാഥന്റെ നാഗപാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന രാമനെ കണ്ടപ്പോൾ ഗരുഡൻ ആകെ ആശയക്കുഴപ്പത്തിലായി. രാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ, ആ പരമാത്മാവിനെ എങ്ങനെ ബന്ധിക്കാൻ കഴിയും? ഗരുഡന്റെ മനസ്സിൽ സംശയമുണ്ടായി. ഈ സംശയം ഗരുഡൻ നാരദമുനിയോട് പറഞ്ഞപ്പോൾ മുനി ഗരുഡനെ സുമേരു പർവ്വതത്തിൻ്റെ മുകളിൽ വസിക്കുന്ന കാക്ക സന്യാസിയായ കാകഭുശുണ്ഡിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കും. ഒരുപാട് രാമായണങ്ങൾ കണ്ടിട്ടുള്ള കാകഭുശുണ്ഡി ഗരുഡനോട് രാമായണം വിവരിക്കും. രാമചരിതമാനസത്തിലെ ഉത്തരകാണ്ഡത്തിലെ വലിയൊരു ഭാഗവും ഈ വിവരണമാണ്. ഒരാൾ പറയുന്ന കഥയിൽ മറ്റൊരാൾ കഥ പറയുന്നു. ഇതിലെ മറ്റൊരു വിരോധാഭാസം എന്തെന്നാൽ പക്ഷികളിലെ രാജാവായ ഗരുഡൻ പരമാത്മാവിനെ പറ്റിയുള്ള അറിവ് നേടിയെടുക്കുന്നത് പക്ഷികളിൽ ഏറ്റവും താഴ്ന്നവനെന്ന് കരുതപ്പെടുന്ന കാക്കയിൽ നിന്നുമാണ്. കാക്കയാണെങ്കിലോ അനേകം കൽപ്പങ്ങളിലെ അനേകം രാമായണങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തയാളും. നമ്മുടെ സിനിമയിലേക്ക് വന്നാൽ കാര്യങ്ങളൊക്കെ ടൈം ട്രാവൽ, ടൈം ലൂപ്പൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നത് വളരെ രസകരമായിട്ടാണ്. ഹിന്ദു ഐതിഹ്യത്തിലെ ടൈം കൺസെപ്റ്റ് എന്നത് തന്നെ ഒരു ലൂപ്പ് പോലെയാണ്. തുടങ്ങുന്നിടത്ത് വീണ്ടും എത്തുകയും വീണ്ടും മറ്റൊരു ദിശയിലേക്ക് പോവുകയും വീണ്ടും ആരംഭിച്ചിടത്ത് എത്തുകയും ചെയ്യും. കാകഭുശുണ്ഡി ഇരിക്കുന്നത് ഈ ലൂപ്പിൻ്റെയൊക്കെ കൃത്യം നടുക്കും. ഓരോ കൽപ്പകാലവും ഓരോ ബ്രഹ്മദിനങ്ങളാണ്. 100 ബ്രഹ്മവർഷങ്ങൾ കഴിയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണമായ ലയനം സംഭവിക്കും. വീണ്ടും സൃഷ്ടി ആരംഭിക്കും. അതായത് സമയവും കാലവും ഒരു പരിഭ്രമണം പോലെയാണ്, ഒരു കുരുക്ക് പോലെയാണ്. തുടങ്ങിയിടത്ത് തന്നെ വീണ്ടും എത്തും. രാമായണം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കാകഭുശുണ്ഡി ഓരോ രാമായണത്തിനും സാക്ഷിയാണ്. പക്ഷേ കാകഭുശുണ്ഡി ഓരോ രാമായണവും കണ്ടത് ഓരോ പ്രാവശ്യമായിട്ടായിരുന്നില്ല, ഒരേ സമയമായിരുന്നു. എന്നാൽ ഓരോന്നായി അനുഭവിച്ചത് കാലങ്ങളോളം സമയമെടുത്ത് തന്നെയായിരുന്നു, ഒരു ചിരഞ്ജീവിയായി തന്നെ. സിനിമയിലേക്ക് വന്നാൽ കാകഭുശുണ്ഡിയുടെ വനം ലീനിയർ ടൈം എന്ന ആശയത്തിൽ നിന്നും മാറിയാണ് സഞ്ചരിക്കുന്നത്. ഓരോ പ്രാവശ്യവും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ടൈം ലൂപ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. കാരണം അദ്ദേഹം ഒരു കൽപ്പകാലം ജീവിച്ചു മറഞ്ഞ ഒരാളല്ല. ഒരുപാട് കൽപ്പകാലങ്ങൾ വ്യത്യസ്തമായ രാമായണങ്ങളും വ്യത്യസ്തമായ പ്രപഞ്ചങ്ങളും കണ്ടയാളാണ്. അവിടെ എത്തിപ്പെടുന്ന ഒരാൾക്ക് ഒരേ സമയം ഒരുപാട് കാലങ്ങൾ കാണുവാൻ കഴിയുന്നത് ഒരു ശാപമായി മാറ്റിയിരിക്കുന്നത് സിനിമാറ്റിക് ലിബർട്ടിയാണ്. കാലങ്ങൾക്കപ്പുറം സഞ്ചരിച്ച കാക്കയെ കാടിൻ്റെ നടുക്കൊരു പ്രതിഷ്ഠയായി വെച്ചത് അതിനകത്ത് പെടുന്നവരുടെ അവസ്ഥയുടെ നിരീക്ഷകനായിട്ട് കൂടിയാണെന്ന് കരുതാം. പുരാണത്തിൽ കാക്കയുടെ ശാപം പിന്നീട് വരമായി മാറുന്നുണ്ടെങ്കിലും സിനിമയിൽ കാട്ടിലകപ്പെട്ടവരുടെ ശാപം കാണേണ്ടത് കാണുന്നത് വരെ നീ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം എന്ന രീതിയിലാണ്. കാട്ടിലകപ്പെടുന്നവർ ഓരോരുത്തരും ചെന്നുപെടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഓർമ്മ നിലനിൽക്കുന്നത് കാകഭുശുണ്ഡിക്ക് കിട്ടിയ വരത്തിൻ്റെ മറ്റൊരു റിഫ്ലക്ഷനാണ്. കാടിനകത്ത് പെടുന്നവർ എല്ലാ രീതിയിലും കാകഭുശുണ്ഡിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ്. അവർ വ്യത്യസ്തമായ കാലങ്ങൾ കാണുന്നു, അവർക്ക് ഓർമ്മകൾ നിലനിൽക്കുന്നു, അവരുടെ പ്രവൃത്തികളുടെ ഫലങ്ങൾ അവർ തന്നെ അനുഭവിച്ചറിയുന്നു. ഓരോ കാലഘട്ടത്തിലും അവർ ചെയ്യുന്ന പ്രവൃത്തികൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം താങ്ങാൻ കഴിയുന്നതിനപ്പുറം അനുഭവങ്ങളാകുമ്പോൾ പുറത്തു പോകാൻ അനുവദിക്കുന്നു. അതും അർഹതയുള്ളവരെ മാത്രം, അല്ലാത്തവർ മരണപ്പെടുന്നു. ഡയറക്ടർ ഇതൊക്കെ ഉദ്ദേശിച്ചാണോ സിനിമ തയ്യാറാക്കിയെന്നറിയില്ല. പക്ഷേ ഒരു ടൈം ലൂപ്പ്, ടൈം ട്രാവൽ കഥയുടെ കേന്ദ്രമായി കാക്ക ദൈവത്തെ പ്രതിഷ്ഠിച്ചത് ഇന്ത്യൻ പുരാണത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം കൃത്യതയോടെ തന്നെയാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.